ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 47ാമത്തെ ദിവസം കഴിഞ്ഞു. 48 ഇന്നാണ് നമ്മൾ കാണുക. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന് മുമ്പ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ലാലേട്ടൻ അഡ്രസ്സ് ചെയ്ത് കാണണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസത്തെ എപ്പിസോഡ്സ് കണ്ടിട്ടില്ല. 47 ആൻഡ് 46 ഈ 2 ദിവസത്തെ ഒരു അനാലിസിസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിതിലെ ഓരോ സംഭവങ്ങളെയും എണ്ണിപ്പെറുക്കി പറയാമെന്നുള്ളതിനെ േക്കാൾ കൂടുതൽ എന്തൊക്കെ സംഭവിച്ചു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അഡ്രസ്സ് ചെയ്യണം എന്ന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ആൻഡ് ആദ്യമേ തന്നെ ലാലേട്ടനെ കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നുന്നു. കാരണം കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടന് നേരെ ഉണ്ടാകുന്ന ഒരു സൈബർ അറ്റാക്ക് ഉണ്ട്, ആദിലയും നൂറയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു ടീസറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസിൻ്റെ ഒക്കെ താഴെ വന്നിട്ട് പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്ഷുവാലിറ്റിയെ, ജെൻഡർ ഐഡൻറ്റിറ്റിയെ ഒക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അപമാനിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ തരുൺ മൂർത്തിയെ തുടരും സിനിമ റിലീസായ സമയത്ത് ലാലേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെതിരെ വരുന്ന പോസ്റ്റുകളൊക്കെ വായിച്ചിട്ട് ഇവരോടൊക്കെ ഞാൻ എന്ത് ചെയ്തു മോനെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ വൈറലായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. ആ പറച്ചിലിൻ്റെ അർത്ഥം അങ്ങേര് ഹെൽപ്ലെസ് ആണ്, ഇവരൊക്കെ അയ്യോ എന്തിനാ എന്നെ പറയുന്നത് എന്നല്ല, ഇവരൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ മോനെ എന്നുള്ള അർത്ഥത്തിലാണ്. ലാലേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഉത്തരം, അങ്ങേരിത് വല്ലതും അറിയുന്നുണ്ടാവോ? മിക്കവാറും ഫാമിലിയായിട്ട് അന്റാർട്ടിക്കയിൽ പോയി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇവരൊക്കെ കിടന്ന് ആ മനുഷ്യനെ ആക്രമിക്കാൻ തത്രപ്പാട് കാണിക്കുന്നുണ്ടാവുക. അതൊരു പക്ഷേ അദ്ദേഹം അറിയുന്ന പോലും ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാലും ഞാനിവരോടൊക്കെ എന്ത് ചെയ്തിട്ടാ എന്ന് പറയുന്ന ഒരു ഒഴുക്കൻ മട്ടിൽ, അല്ലെങ്കിൽ അതിനെ വളരെ ഈസിയായി എടുത്തുകൊണ്ട് ചിരിച്ച് കളയാൻ അങ്ങേർക്കറിയാം. അദ്ദേഹം മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ തുടങ്ങി, പ്രേക്ഷകരെ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 50 വർഷത്തോളം ആകാൻ പോകുന്നു. വളരെ കുറച്ച് വർഷങ്ങൾ ഇനി അതിന് ബാക്കിയുള്ളൂ. അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. ആരും മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് മോഹൻലാലേ നീ ഒരു നല്ല നടനായിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വളർത്തിയൊന്നുമല്ല. ഇനി അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അയാളുടെ കഠിനാധ്വാനം കൊണ്ടും അർപ്പണബോധം കണ്ടിട്ടും സ്നേഹത്തോടുകൂടി ആരാധനയോടുകൂടി കൊടുത്തിട്ടുള്ള അവസരങ്ങളാണ്. റോന്ത് എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ദിലീഷ് പോത്തൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ ഇത്രയും വർഷത്തെ സർവീസിനിടയ്ക്ക് എടുത്ത ലീവിൻ്റെ അത്രയും പോലും നിനക്ക് സർവീസ് ആയിട്ടില്ല എന്ന്. അങ്ങേരുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ, മലയാളി പ്രേക്ഷകരുടെ, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മുന്നിൽ അയാൾ നിറഞ്ഞാടാൻ തുടങ്ങിയ അത്രയും വർഷങ്ങളുടെ പോലും എക്സ്പീരിയൻസ് സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്ത ആളുകളാണ് അയാളെ ഈ പുച്ഛിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങേരുടെ എക്സ്പീരിയൻസിൻ്റെ പാതി പോലും ഇല്ലാത്ത പിള്ളേർ അങ്ങേരുടെ സോഷ്യൽ മീഡിയ പേജിൻ്റെ പോസ്റ്റുകളുടെയും താഴെ പോയി കിടന്ന് ഇങ്ങനെ ചീത്ത വിളിച്ചു എന്നുള്ളത് അയാളെ എങ്ങനെ ബാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, അദ്ദേഹം വന്നു പോകുന്നതെന്ന് പറയുന്നത് അത് പണം വാങ്ങി അദ്ദേഹം ചെയ്യുന്നൊരു ജോലിയാണ്. അദ്ദേഹം അഭിനയിക്കുന്ന സമയത്തും അദ്ദേഹം ജോലി ചെയ്യുകയാണ്. പുള്ളിയുടെ ജോലി പുള്ളി നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതമാണെങ്കിലും അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടികളാണെങ്കിലും ചെയ്യേണ്ട ജോലി, പണിയെടുക്കുന്നത് വളരെ കൃത്യമായി ആത്മാർത്ഥമായി അയാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ മോഹൻലാലായിട്ടിരിക്കുന്നത്. അല്ലാതെ പ്രേക്ഷകരൊക്കെ കൂടി അങ്ങേരുടെ വീടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് മോനെ ഒന്ന് വരുമോ, നിന്നെ ഞങ്ങളൊന്ന് താരമാക്കിക്കോട്ടെ എന്ന് ചോദിച്ചതല്ല. അയാൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളെ പുച്ഛിച്ചിട്ടുണ്ട്, അയാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനെ ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് വീണ്ടും 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 എൻ്റെ കയ്യിൽ ഇത്രയും ടാലൻ്റ് ഉണ്ട്, നിങ്ങൾ കാണൂ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മൾ അങ്ങേരെ ഇഷ്ടപ്പെട്ടതാണോ? അത് അയാൾ പണിയെടുത്താണ് അയാൾ സ്റ്റാറായത്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് അയാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളോട് നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തെറിവിളിയും ബഹളമൊന്നും അങ്ങനെ ബാധിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് ധൈര്യം ഉണ്ട് അങ്ങനെ വീടിൻ്റെ മുമ്പിൽ പോയി കിടന്ന് ഈ ബഹളം വെക്ക്. ഇതൊക്കെ പറയുമ്പോൾ മോഹൻലാലിനെ ആരും വിമർശിക്കരുത്, വിമർശനത്തിന് അതീതമായൊരു വ്യക്തിയാണ് എന്നൊന്നുമല്ല. അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ ഉണ്ടാകാം. അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തെറ്റായി തോന്നിയത് ഈവൻ നമ്മളും വിമർശിക്കുന്നതാണ്. പക്ഷേ അത് മാന്യമായ, സഭ്യമായ ഒരു ഭാഷയിലാവണം. അദ്ദേഹം ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളോട് ഒരു റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ട് വേണം എന്നുള്ളതാണ്. ആ റെസ്പെക്റ്റ് 10 പൈസയ്ക്ക് പോലും കാണിച്ചിട്ടില്ലാത്ത ആളുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ലോകം കാണാത്ത, സ്വന്തം ഭാഷയെ ഇതുവരെ ഫിൽട്ടർ ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളുടെ മാന്യമല്ലാത്ത വിമർശനങ്ങൾക്കെതിരെ അയാൾ എന്തിനു പ്രതികരിക്കണം? അയാൾ എന്തിനു ചെവി കൊടുക്കണം? തനിക്ക് പറയാനുള്ളത് ഏറ്റവും വ്യക്തമായ ഭാഷയിൽ ഏറ്റവും മാന്യമായി അവതരിപ്പിച്ച മോഹൻലാലിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, അയാളുടെ ഫാമിലിയെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ
ഇതാരാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് അവരുടെ സ്വന്തം ഇമേജ് മോശമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോഹൻലാൽ അയാളുടെ മക്കളെ വിളിക്കുന്നത് ഇൻഡിവിജ്വൽസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജോണി ലൂക്കോസുമായിട്ടും അല്ലാതെ ഒക്കെയുള്ള ഇൻ്റർവ്യൂസിൽ അദ്ദേഹം മക്കളെ അഡ്രസ്സ് ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. അയാളുടെ എന്നാണ് പറയുന്നത്, എൻ്റെ മോൻ്റെ എന്നല്ല. സ്വന്തം മകൻ്റെ എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളെയും സ്വത്വങ്ങളെയും ഒക്കെ താൻ തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ഒരു അച്ഛനല്ല. അയാൾ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ട്, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, ഒത്തിരി ആളുകളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിലൂടെ അയാൾ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പുറത്തുനിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുന്നത് പോലെയോ അല്ല. ഓരോ മനുഷ്യർക്കും അവരുടേതായ അസ്തിത്വമുണ്ട്, അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട്. ആ ചിന്തകളാണ് ആ മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും അവരുടെ സെക്ഷുവാലിറ്റിയും അവർ തീരുമാനിക്കുന്നതാണ്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ അവൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ അച്ഛനെയോ അമ്മയോ പോലെ അപ്പുറത്ത് മറ്റേ മമ്മൂക്കയുടെ മോനെ നോക്കി അവൻ ഹിറ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അവൻ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക, നീയും അതുപോലെ മാക്സിമം സിനിമയിൽ അഭിനയിക്കണം എന്ന് പ്രണവ് മോഹൻലാലിനെ നിർബന്ധിക്കുന്ന ഒരു അപ്പനെ ഇവിടെ കാണാൻ പറ്റില്ല. പ്രണവ് മോഹൻലാൽ ഇങ്ങനെയാണ് എന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങളും മുന്നിലേക്ക് എടുത്തു വെക്കുന്ന മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റില്ല. ആ ആളോടാണ് സ്വന്തം മകൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശം രീതിയിൽ കമൻ്റ് അടിച്ചുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത്. അതുപോലെ ഈ പ്രണവ് മോഹൻലാലും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള, ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ള, റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എന്നൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ആളുകളാണ്. നിങ്ങൾ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് അയാളുടെ മക്കളെയും ഫാമിലിയും അയാളെ തന്നെയും അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയും സെക്ഷുവാലിറ്റിയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ ശ്രദ്ധിക്കുമെന്ന് ചിന്തിക്കുന്നത് പോലും നിങ്ങൾ ഈ ലോകം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ലാലേട്ടൻ്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ ലാലേട്ടൻ ഇതിനോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇതിലും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെയാണോ ഇത്? പണ്ട് ഈ പറയുന്ന സെയിം ഷോയുടെ ബിഗ് ബോസിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ അയാളെ ജയിപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് സപ്പോർട്ടീവായി നിന്നിട്ടില്ലെങ്കിൽ ലാലേട്ടൻ്റെ അടുത്ത പടം ഞങ്ങൾ പൊട്ടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് വീരവാദം മുഴക്കിയ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ ഫാൻ ബേസിൻ്റെ ബഹളവും സോഷ്യൽ മീഡിയയിലെ അറ്റാക്കും ഒക്കെ കണ്ടപ്പോൾ ഇവരെന്തോ മലമറിക്കുമെന്ന് കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇറങ്ങിയ ലാലേട്ടൻ്റെ സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. ഒരു ദേശീയ ഹർത്താൽ വിചാരിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റാതെ പോയ ആ ഹർത്താൽ ദിവസം ഇറക്കിയ പടം അതുവരെയുള്ള ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനാക്കി മാറ്റിയ ചരിത്രം അങ്ങേർക്കുണ്ട്. അന്വേഷിച്ചാൽ അറിയാം. എന്താ പറയുക, ഇപ്പോൾ ഫാൻസിൻ്റെയൊക്കെ തന്നെ പ്രിയപ്പെട്ട ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ കളക്ഷൻ റെക്കോർഡുകളുടെ ലോകത്തെ ഒറ്റയാനാണ് മോഹൻലാൽ. ഒരുപക്ഷെ ആ റെക്കോർഡുകളിൽ ചിലത് പുതിയ താരങ്ങൾക്ക് തിരുത്താൻ പറ്റിയേക്കും. പക്ഷെ തിരുത്തിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ പുള്ളി തന്നെ പുതിയ റെക്കോർഡുമായിട്ട് വരും. മാത്രമല്ല അയാൾക്കറിയാം ആരെയാണ് ഡീൽ ചെയ്യേണ്ടത്, ആരെയാണ് ഡീൽ ചെയ്യാതിരിക്കേണ്ടതെന്ന്. ഇന്നാട്ടിലെ അമ്മമാർ മുഴുവൻ ലാലേട്ടൻ്റെ ഒരു ഒറ്റ വാചകത്തിൻ്റെ പേരിൽ, ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന ഒറ്റ വാചകത്തിൻ്റെ പേരിൽ അവരുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടുന്നത് കണ്ടിട്ട് വിറച്ചുപോയ കുറേ മനുഷ്യത്വ വിരോധികളുണ്ട്. ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി എല്ലാ അമ്മമാരും അവർ ആ മക്കൾ ഒരുമിച്ച് ജീവിക്കട്ടെ, അവരെൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഞാനും അവരെ കയറ്റും എന്ന് പ്രഖ്യാപിച്ചത് കണ്ട് വരണ്ടു പോയിട്ട് അവർക്ക് ലാലേട്ടനെതിരെയുള്ളൊരു ആർഗ്യുമെൻറ്റ് പറയാൻ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ചിന്തിച്ച് റിയാക്ട് ചെയ്യാൻ പോലും 2 ദിവസത്തിന് മുകളിൽ എടുത്തു എന്ന് ആലോചിച്ചു. ഈ 47 വർഷം കൊണ്ട് അയാൾ കുറച്ച് ഫാൻസിനെ മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന അങ്ങനൊരു വലിയ ജനക്കൂട്ടം അയാളുടെ പിന്നിലുണ്ട്. ഈ 47 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ അതിനിടയിൽ നടത്തിയിട്ടുള്ള യാത്രകൾക്കിടയിൽ ഒത്തിരി മനുഷ്യരെ കണ്ടറിഞ്ഞിട്ടുള്ള എങ്ങനെയൊക്കെ മനുഷ്യരെ ബഹുമാനിക്കണം, മനുഷ്യർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ന് പറയുന്ന ഈ ദ്വന്ദ്ങ്ങളിൽ മാത്രം വിശ്വസിക്കാതെ മനുഷ്യരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും അക്സെപ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ പരിഗണിക്കാനും ഒക്കെ തയ്യാറാവണം എന്ന ബോധ്യത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മളുടെ എൻ്റെ ലാലേട്ടനെ സോഷ്യൽ മീഡിയയിൽ പോയി 4 തെറി വിളിച്ചാൽ അയാളുടെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും പുച്ഛിച്ചു കഴിഞ്ഞാൽ അയാൾ തകർന്നു പോകും, തളർന്നു പോകും. അതിനുശേഷം നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനായ അയാൾ ഒതുങ്ങിപ്പോകും എന്ന് പറയുന്ന നിങ്ങളുടെ ആ സങ്കുചിതമായ മനസ്സില്ലേ, ഒരു ലോഡ് സഹതാപം മാത്രം. ഇനി നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാം. ഈ കഴിഞ്ഞ 2 ദിവസം എടുത്ത് നോക്കുമ്പോൾ, ഈ 2 ദിവസമൊന്നുമല്ല, ഒരുപക്ഷെ ഈ ആഴ്ച മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും അധികം മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിയ സലീമിൻ്റെ വരവാണ്. റിയ സലീം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതും പോയതും അതിനുശേഷം ഉണ്ടായിട്ടുള്ള പല ട്രോളുകളും അല്ലെങ്കിൽ പലതരം പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് റിയ സലീമിനോടുള്ള വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ കുറേ ആളുകൾ പല രീതിയിൽ റിയാസ് വന്നിട്ട് വെറുതെ പോയി, റിയാസിനോട് കൗണ്ടർ അടിച്ചവരൊക്കെ മഹത്തരമായ കൗണ്ടറുകൾ അടിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇവർ
പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഊഹിച്ചെടുക്കാൻ പറ്റാത്ത സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും പിന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആറ്റിറ്റ്യൂഡും, അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഈ ട്രോളും മീമും ഉണ്ടാക്കുന്ന ഒരു സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഫീൽ ചെയ്തത്. റിയ സലീം ഇങ്ങനെ ബിഹേവ് ചെയ്യണം, റിയ സലീം ഇങ്ങനെയാണ് നമ്മളോട് പെരുമാറേണ്ടത്, റിയ സലീം ഇങ്ങനെയാണ് ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു പ്രീ കൺസീവ്ഡ് ഒരു ചിന്താഗതിയുണ്ട്. അതല്ലാത്ത രീതിയിൽ അയാൾ പ്രതികരിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത ആളുകൾ. അതുപോലെ എന്താണ് റിയ സലീം, റിയ സലീമിൻ്റെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഒന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല. കാരണം റിയ സലീം പറഞ്ഞിട്ടില്ല. പക്ഷേ അറിയാമെന്ന് ധരിക്കുകയും അത് ഇങ്ങനെയാണ് എന്ന് ജഡ്ജ് ചെയ്യുകയും അതിനുശേഷം അതിൻ്റെ പേരിൽ അയാളെ മോശം പദപ്രയോഗങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്യുകയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെ പല പോഡ്കാസ്റ്റുകളിലും സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഉപയോഗിക്കുന്ന ഭാഷ, ഇതിനോടൊക്കെ എനിക്കും വിയോജിപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളിലെ ഗെയിമറിനെ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് റിയ സലീം വന്നു കയറി കഴിഞ്ഞാൽ പിന്നീട് അയാളിൽ നമ്മൾ കാണുന്ന ആ ഗെയിമറിനെ അതിന് നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ ആക്ച്വലി കാണേണ്ടതും വിലയിരുത്തേണ്ടതും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള റിയ സലീം എന്ന ഗെയിമറിനെയാണ്. പക്ഷേ അങ്ങനെ വിലയിരുത്തേണ്ട യാതൊരു ആവശ്യമില്ലാത്ത അയാളുടെ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡൻറ്റിറ്റിയും ഒക്കെയാണ് കുറേ ആളുകളുടെ വലിയ പ്രശ്നം. നമ്മളെപ്പോഴും ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്യേണ്ടത്, ഈവൻ ബിഗ് ബോസ് ഹൗസിലെ ഗെയിമറായിട്ടാണെങ്കിലും പുറത്ത് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോഴാണെങ്കിലും അയാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് അയാളുടെ ക്യാരക്ടർ വെച്ചിട്ടാണ്. അയാൾ എങ്ങനെ നമ്മളോട് പെരുമാറുന്നു, അയാൾ ഓരോ കാര്യങ്ങളെയും എങ്ങനെ സമീപിക്കുന്നു, എന്തൊക്കെയാണ് അയാളുടെ നിലപാടുകൾ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളൊരാളെ സ്വീകരിക്കുകയാണെങ്കിലും ഇനി അയാളെ തിരുത്താൻ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഒരാളെ തിരുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമായിട്ട് മാറുമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരാളെ ആക്രമിക്കുക, ഇല്ലാണ്ടാക്കുക, ഇതൊന്നും നമ്മുടെ ഉത്തരവാദിത്തമോ ജോലിയോ ആയി ഒരിക്കലും ചിന്തിക്കാനും പാടില്ല. പക്ഷേ അയാൾക്കൊപ്പം നിൽക്കണോ വേണ്ടിയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് ചില കാരണങ്ങൾ കണ്ടെത്താം. പക്ഷേ അത് അയാളുടെ പെരുമാറ്റമായിരിക്കണം, അയാളുടെ ഒപ്പീനിയൻസ് ആയിരിക്കണം, അല്ലാതെ അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയോ സെക്ഷുവാലിറ്റിയോ ആവരുത്. പക്ഷേ അയാളെ എങ്ങാനും അംഗീകരിച്ചു പോയാൽ ഞങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തകർന്നടിഞ്ഞു പോകും എന്ന് പേടിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അവർ കൊച്ചു പിള്ളേരെ അടക്കം ടാർഗറ്റ് ചെയ്ത് തെറ്റായ ചിന്താഗതികൾ അവരിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പറയാണ്, ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ള, ബിഗ് ബോസ് മലയാളത്തിൽ ഇതുവരെയുള്ള എല്ലാ സീസണിലും വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് അത് റിയ സലീം തന്നെയാണ്. ഈ 1.5 ദിവസം അയാൾ ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ, അയാൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, റിയ സലീം അതിഗംഭീര ഒരു പ്ലെയറാണ്. ഈ സീസണിൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹം തോന്നിപ്പോയി. ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യാനാണ് തോന്നുന്നത്, പറ്റുമെങ്കിൽ പുള്ളീനെ ഇടക്കിടക്ക് ഒരു 2 ദിവസം കൂടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്ത്, ഇത് നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും ഈ ഗെയിം ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന്. സോ റിയ സലീമിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയും സെക്ഷുവാലിറ്റിയും നിങ്ങളുടെ വിഷയമാണെങ്കിൽ നിങ്ങൾ ഗെയിം കാണില്ല. ഗെയിം കാണണമെങ്കിൽ ഗെയിമിലേക്ക് നോക്കണം. ഈ സീസണിലെ ഏറ്റവും പവർഫുൾ പ്ലെയറായിട്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ ഫീൽ ചെയ്തിരുന്ന ഒരാളാണ് അനീഷ്. അനീഷിൻ്റെ ഗെയിം റിയ സലീം പൊളിച്ചടുക്കി കയ്യെ വെച്ചു കൊടുത്തു. ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് അനീഷയെ സൗഹൃദങ്ങൾ ഉണ്ടാക്കൂ, മനസ്സിൻ്റെ വാതിൽ, ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിടൂ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് അനീഷിനോടുള്ള സ്നേഹവും അനീഷ് നന്നായി കാണാനുള്ള ആഗ്രഹവും കൊണ്ടാണ് എന്ന് വിചാരിക്കരുത്. അയാളുടെ അതുണ്ടാവും കേട്ടോ. പക്ഷേ അയാളുടെ തുടക്കം മുതലുള്ള ഗെയിം എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ആരുമായും സൗഹൃദം ഉണ്ടാക്കുന്നില്ല. സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അയാൾ ബോധവാനാണെന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൺസ് അയാൾ സൗഹൃദത്തിൻ്റെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാലേ അയാളുടെ വീക്ക് സൈഡ് എന്താണെന്നുള്ളത് ആളുകൾ മനസ്സിലാക്കുള്ളൂ. കാരണം ഇയാൾക്ക് ഒരു ഇമോഷനും പ്രകടിപ്പിക്കാനില്ല, ഒരു കാര്യം ആരോട് സംസാരിക്കാനില്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുമ്പോൾ സൗഹൃദം എന്ന് പറയുന്ന ഒരു ഫാക്റ്റും കൂടി വരുമ്പോഴാണ് നിങ്ങൾ ആക്ച്വലി എന്ത് നിലപാടാണ് എടുക്കുന്നതെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുള്ളൂ. ആ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് പൊളിക്കണമെങ്കിൽ അയാൾ ആരെങ്കിലുമായി ഒരു സൗഹൃദത്തിൽ എത്തിയേ പറ്റുള്ളായിരുന്നു. ഷാനവാസിനോട് ഐ ലവ് യു ആസ് മൈ ഫ്രണ്ട് എന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു സീക്രട്ട് ടാസ്കിന്റെ ഭാഗമായിട്ടാണെങ്കിലും പറയിപ്പിച്ചെടുക്കാൻ റിയ സലീമിന് പറ്റി. ഇത്രയും ദിവസം കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അനീഷിന്റെ സ്ട്രാറ്റജി ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആളുകളും അവിടെ ഉണ്ടല്ലോ. പക്ഷേ എന്തേ ആർക്കും അത് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റാതെ പോയി. ഇനി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതിനു ശേഷം ഓരോ സിറ്റുവേഷനിലും ഇയാൾ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് ബാക്കിയുള്ള ടീംമേറ്റ്സിന് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുത്തത് അത് റിയ സലീമാണ്. ഷാനവാസ് വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നെവിനെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ ഷാനവാസ് പറഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് സൈലൻ്റ് ആയിരിക്കുന്ന അനീഷിനെ കൃത്യമായി റിയ സലീം പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞത് തന്നെ റിപ്പീറ്റ് മോഡിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന നിങ്ങൾ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും മോശം കാര്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുവരെ സംസാരിച്ചില്ല എന്ന് ആ ചോദ്യം അത് ആ സമയത്ത് അനീഷിനോട് ചോദിക്കേണ്ടതായിരുന്നു. റിയ സലീം ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അനീഷ് പറഞ്ഞു ഷാനവാസ് എന്ന് പറയുന്ന ഫ്രണ്ട് പറയുന്നത് എനിക്ക് വിശ്വാസമാണെന്നാണ്. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ടീംമേറ്റ്സിന് മുഴുവൻ
റിയാസ് സലീം അത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ഇവർ ഓരോരുത്തരും അനീഷിനെ ഡീൽ ചെയ്യുന്നത് കണ്ടാൽ അറിയാം അവർക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. കാരണം അനീഷിൻ്റെ പരിപാടി ഇതാണ്, പറഞ്ഞത് തന്നെ റിപ്പീറ്റ് മോഡിൽ ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് അവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷേ കൃത്യമായി റിയാസ് അത് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്തുകൊണ്ട് ഷാനവാസിനെതിരെ സംസാരിക്കുന്നില്ല? അപ്പോൾ ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് റിയാക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഷാനവാസിന് എനിക്ക് വിശ്വാസമാണ് എന്ന് അനീഷ് പറയുമ്പോൾ അനീഷിൻ്റെ ഗെയിം ഷാനവാസിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് മാത്രമായി പോയി. പിന്നീട് നിങ്ങൾ നോക്കിക്കോളൂ, പല സിറ്റുവേഷൻസിലും അനീഷ് ഇപ്പോൾ നോമിനേഷൻ്റെ സമയത്താണെങ്കിലും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ അതിനെ റിയാക്ട് ചെയ്യുന്നു. ഈവൻ പെൺകുട്ടികൾ അതിനെ ബഹളം വെച്ച് അവർക്കിത് കേൾക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ആര്യൻ അനീഷ് എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുത്ത് കിടക്കുകയാണ്. നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോഴാണ്, നിങ്ങൾ അയാൾക്ക് വീണ്ടും വീണ്ടും ഊർജ്ജം കൊടുക്കുമ്പോഴാണ് അയാൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുക. അയാൾ പറയുന്നതിലെ ന്യായമില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ന്യായമുള്ള കാര്യത്തിൽ അയാൾ റിയാക്ട് ചെയ്യാത്തതിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഇങ്ങനെയൊക്കെ അയാളുടെ ഗെയിമിനെ പൊളിക്കണം എന്നെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ അക്ബറിനെ നോക്കൂ, ഇയാൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ബഹിഷ്കരിക്കുകയാണ്, ഞങ്ങൾക്കിത് വേണ്ട, ഇയാളെ നിങ്ങൾ അടക്കി നിർത്തൂ. ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ജിഷിൻ ഒരു പരാജയമാവുന്നത് നമ്മൾ ആ സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. അയാൾ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീടും പ്രതികരിക്കുന്നു. ഈ ആഹാരത്തിൻ്റെയൊക്കെ സമയമൊക്കെ ഉണ്ടാകുമ്പോൾ, നോൺ വെജ് ഒരു ചർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുള്ളി വളരെ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഷാനവാസിനോട് കൂടി ഒരുപക്ഷെ അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള, ഇവരൊക്കെ ഒരു മേഖലയിൽ നിന്ന് വരുന്നതാണല്ലോ. മാത്രമല്ല ജിഷിൻ സംസാരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഷാനവാസ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സപ്പോർട്ടിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കും ഷാനവാസിന് വേണ്ടി അനീഷ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഫ്രണ്ടായി നിൽക്കുന്ന അനീഷ് സംസാരിക്കുമ്പോൾ ജിഷിൻ കൃത്യമായിട്ട് ഇടപെടുന്നില്ല. അക്ബർ കൃത്യമായിട്ട് പറഞ്ഞു, ഇയാൾ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളിത് ബഹിഷ്കരിക്കുകയാണ്, നമുക്കിങ്ങനെയും ഇതിനെ ഡീൽ ചെയ്യാം എന്ന് പറയുന്നൊരു സ്പാർക്ക് അവിടെ റിയാസ് സലീമാണ് അവർക്ക് ഇട്ടുകൊടുത്തത്. അനീഷിൻ്റെ ഗെയിം ഇനി അനീഷ് അടുത്ത ആഴ്ചകളിൽ ലാലേട്ടനൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ചേഞ്ച് കൊണ്ടുവന്നാൽ നടക്കുമായിരിക്കും. പക്ഷെ അപ്പോൾ പോലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം ഇനി അയാൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അത് പൊളിച്ചെടുക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ അവിടുത്തെ മറ്റ് ടീം മെമ്പേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അനീഷ് ഇവിടെ കാണിച്ച ബുദ്ധിപരമായ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ലാലേട്ടൻ വന്നതിന് ശേഷം ഷാനവാസിൻ്റെ ഭാഗത്താണ് ശരി എന്ന് തെളിഞ്ഞാൽ ആജീവനാന്തം ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുമെന്നാണ്. പക്ഷേ ഷാനവാസിൻ്റെ ഭാഗത്തല്ല ശരി എന്നാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ളൊരു സ്കോപ്പുണ്ട്. എന്തായാലും ലാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും തെറ്റുണ്ടാവുക. ആ ഒരു ലൂപ്പ് ഹോളിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സൗഹൃദത്തിൽ നിന്ന് മാറി അയാൾ വീണ്ടും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക, മറ്റൊരു സ്ട്രാറ്റജിയിലേക്ക് മാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വീണ്ടും സ്കോപ്പുണ്ട്. പക്ഷെ അപ്പോൾ പോലും അനീഷിൻ്റെ ആ ഒരു ആർഗ്യുമെൻറ്റ് സ്റ്റൈലുണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ, അല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കാനാണെങ്കിലും അതിനെ ഒരു ഗ്രൂപ്പായി എങ്ങനെ എതിർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ടീംമേറ്റ്സിനൊരു ധാരണയുണ്ട്. നെവിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദില എന്ന് പറയുന്ന പ്ലെയറിനെ കൃത്യമായി എക്സ്പോസ് ചെയ്തു എന്നുള്ളതും റിയാസ് സലീം വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമാണ്. ഈ ആദിലയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഗെയിം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒന്ന് ആദിലയും നൂറയും ഇപ്പോഴും സെപ്പറേറ്റ് പ്ലെയേഴ്സ് ആണെങ്കിലും ആദിലയോ നൂറയോ ആരെങ്കിലും ഒരാളെ കൺവിൻസ് ചെയ്താൽ മറ്റേ ആളെ കൂടെ കിട്ടും എന്ന് പറയുന്ന, മറ്റേ ആളെ ആ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമുക്ക് കൂടെ നിർത്താൻ പറ്റും എന്ന് പറയുന്നൊരു അഡ്വാൻറ്റേജ് ഇപ്പോഴും ഉണ്ട്. ആ അഡ്വാൻറ്റേജിനെ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് പറയുന്നത്. ഒരു മാസ്റ്റർ മാനിപ്പുലേറ്ററായിട്ട് നമുക്ക് ഷാനവാസിനെ ഇപ്പോൾ വിലയിരുത്താവുന്നതാണ്. എന്തായാലും അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ വീണാൽ മറ്റേ ആളും ആ ട്രാക്കിലേക്ക് വീഴും എന്ന് പറയുന്നൊരു എലമെൻ്റ് അവിടെയുണ്ട്. രണ്ട്, ആദില വളരെ പെട്ടെന്ന് ചില സമയത്ത് വളരെ ബോധക്കേടോടുകൂടി പ്രതികരിക്കുന്ന ആളാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലുള്ള അവരുടെ റിയാക്ഷൻസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ, പല കാര്യങ്ങളെയും അവർ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനകത്ത് ചിന്തയുണ്ടോ, ചിന്തയുടെ എലമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കാണാൻ പറ്റില്ല. അതുപോലെ നെവിൻ്റെ വിഷയത്തിൽ അവർ റിയാക്ട് ചെയ്ത രീതി ശരിയായില്ല എന്ന് റിയാസ് സലീം വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൺവിൻസ്ഡ് ആയ ആദില വളരെ പെട്ടെന്ന് തന്നെ നെവിൻ്റെ സൈഡിലേക്ക് സ്വിച്ച് ചെയ്തു. അതായത് ആ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ നെവിൻ്റെ സൈഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ റിയാസ് സലീമൊക്കെ വന്ന് സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ ആദിലേക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വിഷയം എന്തായാലും കയ്യിൽ നിന്ന് പോയി. ഈ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് അംഗീകരിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന അടിയുടെ ആഘാതം കുറയും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ അന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല ലാലേട്ടാ, ഞാൻ എന്നിട്ട് മാപ്പ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ആനുകൂല്യമുണ്ട്. ആ ആനുകൂല്യത്തെ പ്രതീക്ഷിച്ചും കൂടി കൊണ്ടായിരിക്കും ആദിലേക്ക് സിറ്റുവേഷൻ മനസ്സിലായതുകൊണ്ടായിരിക്കും ഈ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ലക്ഷ്മിയെ നോക്കൂ. ലക്ഷ്മി കഴിഞ്ഞ ഒരാഴ്ചയിൽ ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതിൻ്റെ പേരിൽ വളരെയധികം വിമർശനങ്ങൾ നേരിടുകയും ചെയ്ത ആളാണ്. പക്ഷേ ഇവിടെ വളരെ ഹോമോഫോബിക് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നെവിന് നേരെ ഷാനവാസ് ഉന്നയിച്ചതിന് ശേഷം നെവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നെവിനോട് കാണിച്ചിട്ടുള്ള അനീതിക്ക് മാപ്പ് പറയണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന, ശക്തമായി സംസാരിക്കുന്ന ലക്ഷ്മിയെ നമുക്ക് കാണാൻ പറ്റും. കുറേ ആൾക്കാർ ലക്ഷ്മി പറഞ്ഞാണ് ശരി, ഇതൊക്കെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ
അപ്പോൾ നീ നേരെ തിരുത്തി പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്കെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു വളരെ നല്ല കാര്യമായിരുന്നു. അവിടെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഈവൻ ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ പോലും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നെവിനോട് ഷാനവാസ് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ഇതുവരെ ആഹാരം കഴിക്കാതായിട്ടിരിപ്പുണ്ട്, ഞങ്ങൾ ഇനി ആഹാരം കഴിക്കില്ല എന്നൊരു പ്രഖ്യാപനം ലക്ഷ്മി അവിടെ നടത്തുമ്പോൾ അതൊരു ഓപ്പൺ സപ്പോർട്ടാണ്. ഇതിനകത്ത് ഈ വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം അവരെല്ലാവരും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. നെവിൻ അവരോടും തിരിച്ച് ആ സപ്പോർട്ട് ക്യാപ്റ്റനായിരുന്ന സമയത്ത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ വളരെ ഓപ്പണായി തന്നെ നെവിനുള്ള സപ്പോർട്ട് ലക്ഷ്മി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ നെവിന് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഷാനവാസ് ഉന്നയിച്ചിട്ടുള്ളത് ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ ലക്ഷ്മി തന്നെ പറഞ്ഞതുപോലെ ഒരു ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യമാണ്. ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ നിന്നെ പോലെയുള്ള ആളുകൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് ഷാനവാസ് പറയുന്ന സമയത്ത് അത്രയും മോശമായിട്ടാണ് നെവിനെ അവിടെ ചിത്രീകരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് മനുഷ്യന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ മനുഷ്യനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം? മറ്റൊരാൾ അനിമോളാണ്. അനിമോളെ പോയിന്റ് ഔട്ട് ചെയ്ത് ഗെയിം എന്താണെന്നുള്ളത് പറഞ്ഞ് അനിമോളെ എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്ന് ടീംമേറ്റ്സിന് കാണിച്ചു കൊടുത്ത റിയ സലീമിനെ നമുക്ക് കാണാൻ പറ്റും. ജിസയിലും ഷാനവാസും ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അനിമോൾ സപ്പോർട്ട് ചെയ്യുന്നത് ഷാനവാസിനെയാണ്. നമുക്കറിയാവുന്നതാണ് ഓപ്പോസിറ്റ് ജിസയിലുള്ളത് അനിമോൾക്ക് ഇച്ചിരി വിഷമായിരിക്കും. മാത്രമല്ല ഷാനവാസ് ആണെങ്കിലും ഒരുപാട് സീരിയൽ ഓഡിയൻസിൻ്റെ വോട്ടും കാര്യങ്ങളും ഉള്ളതാണ്. ആ സമയത്ത് അനിമോൾ അങ്ങനെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് മാത്രമല്ല പിന്നീട് അങ്ങോട്ടും ഷാനവാസിനൊപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മൾ അനിമോളെ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചുമ്മാ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ആസ് എ ഗെയിമർ നമ്മളതിനെ കാണാതെ പോരുത്. അനിമോളെ പോയിൻ്റ് ഔട്ട് ചെയ്യണം. അനിമോളുടെ ഡബിൾ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് പറയണം. ആ സമയത്ത് റിയ സലീം അനിമോളെ ചൂണ്ടിയിട്ട് ചോദിക്കുന്നത് ടാസ്കിൻ്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ഇത്രയും മോശമായ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചതിനെയൊക്കെ അനിമോൾക്ക് ഓക്കെ ആണോ, അനിമോൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് റിയാസ് ചോദിക്കുന്നത്. ആക്ച്വലി അനിമോൾ പെട്ടു. കാരണം നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു എന്നുള്ള കാര്യം ഷാനവാസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അത്രയധികം ആളുകൾ ഷാനവാസിനെ പോയിന്റ് ഔട്ട് ചെയ്ത് അയാൾ ടാസ്കിൽ നിന്ന് മാറി നിന്നു, മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷവും അനിമോൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള മോശം വാക്കുകളെ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇത് അവിടെ ഇരുന്ന മറ്റൊരു ടീംമേറ്റ്സും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അനിമോൾ അങ്ങനെ പല സമയത്തും പല സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്നുള്ളത് ആദിൽ പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇടയ്ക്കും തലയ്ക്കും ഇപ്പോൾ ആദിലെയും അനിമോളും തമ്മിലൊരു ആർഗ്യുമെൻറ്റ് വരുമ്പോൾ അവർ തമ്മിൽ തെറ്റേൻ്റെ പേരിലാണെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷേ അനിമോളെ അങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ ഇത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇത്രയും മോശം ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള ഒരാളെ നെവിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചില സമയത്തെങ്കിലും അഭിനയിച്ചിട്ടുള്ള അനിമോൾ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടണം, കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടണം. അത് റിയാസ് അവിടെ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടും അനിമോളുടെ നിലപാടുകൾ ഇതുപോലെ ഓരോന്നും അനിമോളുടെ ഓരോ നിലപാടും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അനിമോൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരുപാട് പൊളിച്ചെടുക്കാൻ പറ്റും. അനീഷിനെ എക്സ്പോസ് ചെയ്തതുപോലെ, അയാളുടെ ഗെയിമിനെ, അയാളുടെ ഡബിൾ സ്റ്റാൻഡിനെ എക്സ്പോസ് ചെയ്തതുപോലെ, ആദിലെ എക്സ്പോസ് ചെയ്തതുപോലെ അനിമോളും ഇവിടെ വളരെ ശക്തമായി തന്നെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അടുത്തൊരു വലിയ ചേഞ്ച് നമ്മൾ കാണുന്നത് അക്ബർ ഷാനവാസ് ആ ഒരു കോമ്പിനേഷനിലാണ്. ഷാനവാസും അക്ബറും തമ്മിൽ ഈ വീട്ടുകാരുടെ കാര്യമൊക്കെ പറഞ്ഞൊരു സെൻറ്റിമെൻറ്റ്സ് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായ ആക്രമണങ്ങൾ, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അക്ബർ അതിനെ അത്ര കാര്യമായി എടുത്തിടുക, ടാർഗറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഒരു സേഫ് സോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അക്ബറിന് നേരെ ഷാനവാസ് ഒരു ഫിസിക്കൽ അഗ്രഷൻ കാണിച്ചു, ഒരു വയലൻ്റ് ആക്ടിലേക്ക് പോകാൻ സാധ്യതയുള്ള രീതിയിൽ അയാൾ റിയാക്ട് ചെയ്തു എന്നുള്ള കാര്യം റിയ സലീം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം സംഭവിച്ച മാറ്റം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അക്ബർ കൃത്യമായി ഷാനവാസിനെ ഇപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഷാനവാസ് സ്വാഭാവികമായും എന്നെ പിന്നീന്ന് കുത്തുന്ന ആട്ടിൻതോലിട്ട ചെന്നായിയാണ് എന്നൊക്കെ പറഞ്ഞ് അക്ബറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഷാനവാസിനെ ചോദ്യം ചെയ്യാത്തടത്തോളം മാത്രമേ അക്ബറിനെ ഷാനവാസ് താൽക്കാലികമായിട്ടെങ്കിലും വെറുതെ വിടുള്ളൂ. ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലും തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലും അക്ബറിനെതിരെ അറ്റാക്ക് അഴിച്ചുവിടാൻ ഷാനവാസിന് യാതൊരു മടിയുമില്ല. ഇത് അക്ബറിന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും അക്ബർ കുറച്ചും കൂടി ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുക, ആരുടെയും തണലിലോ അല്ലെങ്കിൽ ആരോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഉള്ളിൽ വെച്ചിട്ടോ ഗെയിം കളിക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അക്ബറിനെ കൊണ്ട് എത്തിക്കുന്നതിൽ റിയാസിനൊരു വലിയ പങ്കുണ്ട്, അല്ലെങ്കിൽ റിയാസിൻ്റെ ആക്ടിന് വളരെയധികം പങ്കുണ്ട്. റിയാസ് വന്നതിന് ശേഷമുള്ള മറ്റൊരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഒനീലിലുണ്ടായ മാറ്റമാണ്. ഒന്ന്, ഒനീലിൻ്റെ കോൺഫിഡൻസ് അതിഭീകരമാം വിധം ബൂസ്റ്റ് ചെയ്യും. മാത്രമല്ല ഒനീലിന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റിയാസ് കൊടുത്തിട്ടുള്ളത്. അത് അയാൾ ഡിസേർവ് ചെയ്യുന്നതാണ്. അയാളുടെ ടാസ്ക് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസ്റ്റിന് കൃത്യസമയത്ത് അയാൾ ഭക്ഷണം എത്തിച്ചിട്ടുണ്ട്. ബാക്കി ഷൗട്ട് ചെയ്യലും വളരെ മോശം ഭാഷ ഉപയോഗിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും തിരുത്തപ്പെടാൻ സ്കോപ്പുള്ളൊരു ഹ്യൂമൻ ബീയിങ് എന്നൊക്കെയുള്ള കൺസിഡറേഷൻ കൂടി വെച്ചിട്ടായിരിക്കും ഒനീലിന് ഇങ്ങനൊരു ചാൻസ് കൊടുക്കുമ്പോൾ, ക്യാപ്റ്റൻസിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത അയാൾക്ക് കൊടുക്കുമ്പോൾ ഒനീൽ സ്ട്രോങ് ആവാണ്,
ഓട്ടോമാറ്റിക്കലി അഭിലാഷ് സ്ട്രോങ് ആവുകയാണ്. ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും ടീമംഗമാകാൻ വേണ്ടിയുള്ള ഷാനവാസിൻ്റെ പല പരിശ്രമങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവരെന്തായാലും ടീമിൽ കയറ്റിയിട്ടില്ല. കയറ്റിയാലുള്ള കുഴപ്പത്തെക്കുറിച്ച് അവർക്ക് മുൻധാരണ ഉണ്ടായിരുന്നു എന്ന് പോലും ഇപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ്. എന്തായാലും അങ്ങനെ ഇവരിച്ചിരി സ്ട്രോങ് ആവേണ്ട, ഇവർക്ക് കുറച്ച് പവർ കിട്ടുമ്പോൾ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒനീലിന് ക്യാപ്റ്റൻസി കിട്ടിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല നെവിൻ്റെ വിഷയത്തിന് ഒനീൽ ഡീൽ ചെയ്തൊരു രീതിയുണ്ട്, അതും വളരെ പ്രസക്തമാണ്, നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒനീലിനെയും അഭിലാഷിനെയും കൂടെ നിർത്തിക്കൊണ്ട് അഭിലാഷിനെ കെട്ടിപ്പിടിച്ച് കിസ് ചെയ്യുന്നു, അത് തന്നെ നെവിനോടും ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ വേറൊരു അർത്ഥം കണ്ടെത്തുന്നത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഷാനവാസിനോട് മാത്രമല്ല മുഴുവൻ മലയാളി ഓഡിയൻസിനോടും ഒനീൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നത്തെ മെയിൻ സംഭവം, എങ്ങനെ ഒരു ടാസ്ക് ചെയ്യാം തെറിവിളിയില്ലാതെ, ഫിസിക്കൽ അഗ്രഷൻ കാണിക്കാതെയും നിങ്ങൾക്ക് ടാസ്ക് ചെയ്യാം എന്നുള്ള കാര്യം, ഒരാളെ പ്രകോപിപ്പിക്കുക എന്ന് പറയുന്നത് അയാൾ ടാസ്ക് ചെയ്യുമ്പോൾ അതിനെ കുറച്ച് ഹാർഡാക്കി കൊടുക്കുക എന്നുള്ളത്, നിങ്ങൾ തെറി വിളിച്ചും ബഹളം വെച്ചും അല്ലാതെയും ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായി റിയാസ് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റിയാസ് പുറത്ത് നമുക്ക് വേസ്റ്റ് എല്ലാം കൊണ്ടിടാം, അത് അവർ വാരട്ടെ, വെറുതെ സ്റ്റാർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, പണിയെടുത്തിട്ട് സ്റ്റാർ നേടട്ടെ എന്ന് പറയുമ്പോൾ അക്ബർ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് പറഞ്ഞാൽ അന്താളിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയും ചെയ്യാം, ഈ ഗെയിം അങ്ങനെയും കളിക്കാം. അവിടെ തെറി വിളിച്ചിട്ട് മോശം വാക്കുകൾ പറഞ്ഞിട്ടില്ല, വളരെ മോശം മാതൃകകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഓപ്പോസിറ്റുള്ളൊരു പ്ലെയറെ കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യാൻ, അയാളെ പ്രകോപിപ്പിച്ചതിന് ശേഷം അയാളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു കാര്യം റിയാസ് അവിടെ കാണിച്ചു കൊടുക്കുകയാണ്, തെളിയിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മാറ്റങ്ങൾ, സമൂലമായ ഒരു മാറ്റം ഈ എൻറ്റയർ ഗെയിമിൽ ഈ പ്ലെയേഴ്സിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ റിയാസിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ആളുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല, അവരൊക്കെ ഇപ്പോൾ സൈലൻ്റ് ആണ്. ആ സൈലൻ്റായ ആളുകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്തായാലും സംസാരിച്ച് തുടങ്ങേണ്ടത് ഷാനവാസിനെ കുറിച്ചാണ്. ദി മാസ്റ്റർ മാനിപ്പുലേറ്റർ എന്ന് പറയുന്നത് അത് ഷാനവാസ് തന്നെയാണ്, വേറെ ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും സംശയം. ആക്ച്വലി ഷാനവാസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളൊരു സീരിയലിൽ ജീവിക്കുകയാണ്. അതായത് ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു TV സീരിയലായിട്ടും ഷാനവാസ് തന്നെ ഈ സീരിയലിലെ നായകനായിട്ടും കാണുകയാണ്. അങ്ങനെ നായകനായി തന്നെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വില്ലന്മാരുണ്ടാവണം. പിന്നെ ഒരു TV സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു കുലസ്ത്രീ ലുക്കുള്ള വില്ലത്തി ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് എലമെൻറ്റുകളുണ്ടല്ലോ. തൻ്റേടിയായ ഒരു കുലസ്ത്രീ ആയിട്ടുള്ള വില്ലത്തി ഒരു ആംഗിളിൽ ഷാനവാസ് ഇപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഷാനവാസിൻ്റെ മനസ്സിലുള്ള ഈ ബിഗ് ബോസ് ഹൗസ് സീരിയലിലെ വില്ലൻ എന്ന് പറയുന്നത്, അതായത് കുറച്ച് ബിസിനസ്സുകാരനായിട്ടുള്ള എല്ലാവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്ന ആ ഒരു വില്ലൻ എന്ന് പറയുന്നത് അത് അക്ബറാണ്. അഭിലാഷും ഒനീലും ഈ സീരിയലിലെ ഗുണ്ടകളായിട്ടാണ് ഷാനവാസ് കാണുന്നത്. ആദില നൂറ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെങ്ങളുകുട്ടികളാണ്. പെങ്ങളുകുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഇക്കാക്ക എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഷാനവാസ് അവിടെ പോർട്രേ ചെയ്യുന്നത്. ഈവൻ അവരോട് സംസാരിക്കുമ്പോൾ ഇക്കാക്ക എന്ന്, അല്ലെങ്കിൽ ഇക്കാൻ്റെ കുട്ടി എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രയോഗങ്ങൾ പുള്ളി ഇടക്കിടക്കിടക്കിടക്ക് വാരി വിതറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലെ നൂറ അതിലങ്ങ് ഫ്ലാറ്റായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സീരിയലാകുമ്പോൾ അതിൽ നായികയും കുടുംബമൊക്കെ വേണമല്ലോ, കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നായകൻ ആണല്ലോ. അങ്ങനെ നായികയും മക്കളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ബിഗ് ബോസ് ഹൗസിന് പുറത്താണ്, സീരിയലിൻ്റെ പുറത്ത്. അനീഷാണ് ഈ സീരിയലിലെ ഷാനവാസിൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത്. ഷാനവാസ് വന്ന് ഹീറോയ്ക്കായി കാര്യങ്ങൾ പറയുമ്പോൾ, തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണല്ലേ ഞാനുണ്ടടാ നിനക്ക് എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തായിട്ട് ഇപ്പോൾ അനീഷിനെയാണ് കാണാൻ പറ്റുക. അനുമോളെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി ആദ്യമേ അനുമോളെ ഒരു അനിയത്തി ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അനിയത്തിയായി കൊണ്ടു നടക്കുന്നത് പോലും തനിക്കൊരു ബാധ്യതയാവും എന്ന് മനസ്സിലാക്കിയതും കൂടി കൊണ്ടായിരിക്കാം അനുമോൾ അതിൽ വീഴാതിരുന്നതും കൂടി കൊണ്ട് ഷാനവാസ് ഇപ്പോൾ ഒരു സെമി വില്ലത്തി ഇമേജിൽ, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു വില്ലത്തി ഇമേജിലാണ് ഇപ്പോൾ അനുമോളെ കാണുന്നത്. അതേ കുത്തിത്തിരിപ്പ് ക്യാരക്ടറായിട്ട് ബിന്നിയെ കൂടി കാണുന്നുണ്ട്. നെവിൻ ആക്ച്വലി ഒരു കോമഡി ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകൾ പറയാൻ, പിന്നെ തൻ്റെ തന്നെ ഗെയിം ഡൗൺ ആവുന്നു എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സീരിയൽ ഡിപ്പാവുന്ന സമയത്ത്, അതിൻ്റെ TRP കുറയുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ കൊണ്ടുവരണമല്ലോ കുടുംബ പ്രേക്ഷകരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നെവിനെ അയാൾ ഈ സീരിയലിൽ കാണുന്നത്. പിന്നെ നമ്മുടെ ആര്യൻ, ജിസേൽ, റെന തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് തൽക്കാലം ഈ സീരിയലിൽ റോളില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും ഗെയിം ഡൗൺ ടു 0 എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ജിസേൽ ഈ 2 ദിവസം ഇടയിൽ ആകെ ബഹളം വെക്കുന്നത് ബാക്കി ആർക്കെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്നാൽ അതിൻ്റെ കൂടെ എനിക്കും കൂടി ഒരു വിഷയമുണ്ട് എന്നുള്ള രീതിയിലാണ്. ജിഷിൻ ഈ 2ാമത്തെ ദിവസം വൈകുന്നേരം ആവുന്ന സമയത്ത് ഈ നോൺ വെജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അയാളുടെ സ്ഥിരം പരിപാടിയാണ്. ആ സമയത്ത് ജിഷയിൽ എന്നാൽ എനിക്കും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ജിഷയിലിനവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും തന്നെയില്ല. ആര്യനെ സംബന്ധിച്ചും ആര്യൻ ഈ ടാസ്കും കൂടി, ഹോട്ടൽ ടാസ്കും കൂടി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിൽക്കണോ പോകണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. റെന ആക്ച്വലി ഭയങ്കര സൈലൻ്റ് ആണ്. ഇനി നമുക്ക് ഷാനവാസ് ഉണ്ടാക്കിയ നെവിൻ വിഷയത്തിലേക്ക് വരാം, അല്ലെങ്കിൽ ഷാനവാസും നെവിനും തമ്മിലുള്ള വിഷയത്തിലേക്ക് വരാം. അവരിരുവരും ഒരുമിച്ച് വരുന്നു. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തമാശ രൂപേണ എന്ന രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ള അവരുടെ കുറച്ച് കാര്യങ്ങൾ, ഒരാൾ മറ്റേയാളെ ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. എന്തായാലും ഷാനവാസ് തന്നെ പറയുന്നത് വെച്ച് നെവിൻ്റെ ഭാഗത്തു നിന്ന് ഷാനവാസിന് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഷാനവാസ് അത് പറയുന്നു, നെവിൻ ബെഡ് മാറി കിടക്കുന്നു. പ്രശ്നം അവിടെ തീർന്നു. അതായത് ഷാനവാസിന് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നെവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നെവിൻ അത് മനസ്സിലാക്കുന്നു, മാറിക്കിടക്കുന്നു. പക്ഷേ അങ്ങനെ തീർന്നു പോയ വിഷയത്തിന് ഷാനവാസ് വീണ്ടും പൊക്കിയെടുക്കുന്നത് നെവിൻ അടുക്കളയിൽ നിന്ന് മല്ലിയില എടുത്തു എന്ന് പറയുന്നതാണ്. പെർമിഷൻ ചോദിക്കാതെ മല്ലിയില എടുത്ത് തൻ്റെ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്ന ഷാനവാസ് സിക്കയെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ആ പാത്രം തട്ടിത്തെറിപ്പിച്ചു എന്നുള്ള രീതിയിൽ നെവിൻ പറയുന്നു. നെവിൻ്റെ കൈതട്ടിയാണ് തെറിച്ചതെന്ന് ഷാനവാസ് പറയുന്നു. സ്ലോ മോഷൻ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ആഘോഷിക്കുന്നു. ഈ പറയുന്ന ഒരു വിഷയത്തിന് ശേഷം നെവിനെതിരെ എന്നുള്ള ഒരു ഇമോഷൻ ഷാനവാസിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ആദിലയും നൂറയുമായിട്ടുള്ള കോൺവെർസേഷനിലാണ് നെവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുണ്ടെന്നും തനിക്കതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള കാര്യവും ആദിലയോടും നൂറയോടും ഇയാൾ പറയുന്നത്. പക്ഷേ ആദിലയോടും നൂറയോടും പറയുമ്പോൾ കണ്ടിന്യൂസ് ആയി ഇങ്ങനൊരു കാര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും തുടരുന്നു എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇയാൾ അത് അവതരിപ്പിക്കുന്നത്. ആദിലയുടെയും നൂറയുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്ന് കേട്ട് രണ്ടിന് ചാടി ഇറങ്ങാന്നുള്ളതാണ്. മാത്രമല്ല നെവിനെ ഓൾറെഡി ഇവർ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഞാൻ പോണേണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്ന സീനൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നെവിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന ആളുകൾ തന്നെയാണ് ആദിലയും നൂറയും. ഷാനവാസ് നമുക്ക് ഓൾറെഡി അറിയാലോ, അയാൾക്ക് എല്ലാം പേഴ്സണലാണ്. അതായത് ഷാനവാസിനെ തഴുകി ഒരു കാറ്റ് പോകുന്ന സമയത്ത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പോയി നിൻ്റെ തന്തനെ തഴുകട എന്ന് കാറ്റിനോട് പറയും. അതാണ് ഷാനവാസിൻ്റെ ഒരു ക്യാരക്ടർ. പുള്ളി എല്ലാം പേഴ്സണലായി എടുക്കുന്ന ഒരു ഹൈപ്പർ ഈഗോയുടെ പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. മാത്രമല്ല പുള്ളിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു പരിപാടിയും പറ്റില്ല. എപ്പോഴും കൂട്ടിന് ഒരാൾ വേണം. നമ്മൾ ചില ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു അടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അന്ന് ഞാൻ കാണിച്ചു തരടാ എന്ന് പറഞ്ഞ് ഇവർ മുന്നിലേക്ക് വരുമ്പോൾ ഇവരെ പുറകോട്ട് പിടിച്ച് നിർത്തുന്നിട വേണ്ടടാ വിട്ടേക്കടാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടാവും. ആക്ച്വലി ഈ കൂട്ടുകാർ പിടിച്ചിട്ടില്ലെങ്കിൽ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാനുള്ള ആവതുണ്ടാവില്ല, ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ഇടിക്കാം, ആക്രമിക്കാം എന്ന് പറഞ്ഞിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിടിച്ചു നിർത്താൻ കുറച്ച് ആളുകൾ വേണം. ഈ പിടിച്ചു നിർത്താൻ ആൾക്കാരില്ലെങ്കിൽ ഇവർ ബഹളം വെക്കില്ല. ഷാനവാസിന് എപ്പോഴും അയാളെ അങ്ങനെ പിടിച്ചു നിർത്തുന്ന, സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും പുറത്ത് അയാളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന കുറച്ച് ആളുകളെയൊക്കെ വേണം. ആദിലയും നൂറയുമാണ് അയാൾ തുടക്കം മുതലേ ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്ന പെങ്ങളുട്ടികൾ എന്ന് പറയുന്നത്. ആദിലയും നൂറയും അതിൽ ഫ്ലാറ്റായി വീണിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് അനീഷിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ദിവസം രാത്രി നടക്കുന്ന കോൺവെർസേഷനെ മുൻനിർത്തി ഞാൻ മാസ്റ്റർ മാനിപ്പുലേറ്റർ എന്ന് ഷാനവാസിനെ വിളിക്കുന്നത്. കാരണം അനീഷ് ഓൾറെഡി അയാളുടെ കൂടെ ഉണ്ട്, ഏത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കും എന്ന് പറയുന്ന ഒരു ധൈര്യം അയാൾക്കുണ്ട്. അപ്പോൾ ആദിലയും നൂറയും കൂടെ നിർത്തുക എന്നുള്ളതിനേക്കാൾ അവരൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു ആവശ്യം അയാൾക്കുണ്ട്. എന്തായാലും നെവിനുമായിട്ടുള്ള ഈ വിഷയം ചൂടുപിടിച്ച് നിൽക്കുന്ന സമയത്ത് നെവിനെക്കുറിച്ച് അയാളുടെ ഭാഗത്തുനിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ആദിലയോട് പറയുന്നു. ആദിലയും നൂറയും ഇത് കേട്ടതിന് ശേഷം ആദില ഈ വിഷയം നോമിനേഷൻ്റെ സമയത്ത്, അതായത് എല്ലാ ടീം മെമ്പേഴ്സും കേൾക്കുമെന്നുറപ്പുള്ള, ക്യാമറ സ്പേസ് കിട്ടും എന്നുറപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഈ കാര്യം തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹൗസ് മേറ്റ്സ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഷാനവാസ് പേഴ്സണലായി ആദിലയോട് പറഞ്ഞൊരു വിഷയം ആദില എല്ലാവരോടും അവതരിപ്പിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും ആദില ഒരു കുത്തിത്തിരിപ്പുകാരിയായിട്ട് കാണുമല്ലോ. പക്ഷേ പിന്നീട് ആദില നൂറെ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഈ വിഷയം ഞങ്ങൾ എടുത്തിട്ടോട്ടെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഷാനവാസ് യെസ് ഇത് നിങ്ങൾക്ക് പറയാം എന്ന അനുവാദം കൊടുത്ത് കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷമാണ് നൂറ അത് ചോദിക്കുന്നുണ്ട്, ഇക്കാൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ടല്ലേ ഞങ്ങൾ ഇതിവിടെ പറഞ്ഞതെന്നുള്ളത്. പക്ഷേ ഇവരിവിടെ ചിന്തിക്കാതെ പോയൊരു കാര്യം, ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആദില എസ്പെഷ്യലി ചിന്തിക്കാതെ പോയൊരു കാര്യം, അവരെന്തിനാണ് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്തതെന്നുള്ളതാണ്. അവരെന്തൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്തത്, ആരെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ചിട്ടില്ല. നെവിൻ്റെ ഭാഗം ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നെവിൻ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് പോലെ ഇത്രയും മോശം വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ ആദില നൂറ ഒരു സമയത്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരുടെ ഭാഗവും കൂടി കേൾക്കാൻ തയ്യാറാവുക, ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഓപ്പണായി സംസാരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ആദില അവിടെ ചെയ്തിട്ടില്ല. മാത്രമല്ല നെവിനെ അടിക്കാൻ ഒരു അവസരം കിട്ടി, അത് ഉപയോഗിച്ചു. ഇതിനു മുമ്പും അങ്ങനെ തന്നെയാണ്. നെവിൻ ഇറങ്ങി ഓടുന്ന സമയത്ത് ആദിലയും നൂറയും തമ്മിലുള്ള കോൺവെർസേഷനിൽ അവർ പറയുന്നുണ്ട്, ഒരാളെ അടിക്കാൻ ഓങ്ങിക്കഴിഞ്ഞാൽ അതോടെ അവർ തീരണം, അല്ലെങ്കിൽ അടിക്കരുതെന്നുള്ളതാണ്. അപ്പം നെവിനെ അടിക്കാനും തീർക്കാനും കിട്ടുന്ന ഒരു അവസരമായി അവരിതിനെ കാണുകയും ഇക്ക പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ മാനിപ്പുലേറ്റഡ് പെങ്ങളുട്ടികളായി എന്നുള്ളതുമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക്. ബിന്നിയാണ് ഈ വിഷയത്തിനെ വളരെ നീറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. ബിന്നി ഞാനല്ല കുത്തിത്തിരിപ്പുകാരി, ആക്ച്വലി ഈ സിറ്റുവേഷൻ വന്നപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് നീയാണ് എന്ന് ആദിലെ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും ബിന്നി പറഞ്ഞ ആർഗ്യുമെൻറ്റ്സ് വളരെ കറക്റ്റായിരുന്നു. അതുകൂടാതെ നൂറ ഓൾറെഡി ബിന്നിയോട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു അത് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണെന്ന്. നമുക്കും മനസ്സിലായിട്ടുണ്ട് അത് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ്. നിങ്ങൾ സംസാരിക്കണമായിരുന്നു, കേൾക്കണമായിരുന്നു. ഉറപ്പില്ലാത്തൊരു കാര്യം ഒരാളുടെ ബിഗ് ബോസ് ഹൗസിലുള്ള എക്സിസ്റ്റൻസിനെയും പുറത്തുള്ള ജീവിതത്തിനെയും ബാധിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അയാളോട് സംസാരിക്കണം. എന്തായാലും ഈ വിഷയം ചൂട് പിടിച്ചൊരു ചർച്ചയായി. റിയാസ് സലീം വന്നു. റിയാസ് സലീം വരുന്നത് വരെ ഷാനവാസ് ഇങ്ങനെ നെഞ്ചും വീഴ്ചയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ റിയാസ് വന്നതിന് ശേഷം ആദിലയ്ക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആദില ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയും നെവിനോട് മാപ്പ് പറയുകയും ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അഡ്മിറ്റ് ചെയ്യുകയും കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ ഷാനവാസിന് മനസ്സിലായി പണി പാളുന്നുണ്ട്. മാത്രമല്ല ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ
അനീഷ് അല്ലാതെ ഒരാൾ പോലും ഷാനവാസിനെ പൂർണ്ണമായും അയാളുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞ് ഏത് വിഷയം വന്നാലും അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള രീതിയിൽ നിൽക്കുന്നില്ല. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ പറയാൻ എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നെവിൻ അവിടെ ഒരു സപ്പോർട്ടും ഉണ്ട്, ഇൻക്ലൂഡിങ് വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്നിട്ടുള്ള ലക്ഷ്മിയും സാബുമാനും അടക്കം. അപ്പോൾ വരാൻ പോണ പണി മനസ്സിലാക്കുന്ന ഷാനവാസ്ക ആദ്യം ചെയ്യുന്നത് അനീഷിനെ ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അനീഷിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആദിലയും നൂറയും ആട്ടും തോലിട്ട ചെന്നായ്ക്കളാണ്. നെവിനെ പോലും എനിക്കെതിരാക്കി. ഇത്രയും സാധനം മനസ്സിൽ വെക്കുക. ഇനി ആദിലയോടും നൂറയോടും ഇയാൾ പറയുന്നത്, ഈ മല്ലിയിലെ പ്രശ്നം ഉണ്ടായ സമയത്ത് നീ അതിനേക്കാൾ മോശം കാർഡിറക്കി കളിക്കുന്നു എന്ന് ആദില മെൻഷൻ ചെയ്തല്ലോ. നെവിൻ ഓടി നടന്ന എല്ലാ ക്യാമറയുടെയും മുമ്പിൽ എനിക്ക് അതിൻ്റെ കൃത്യമായ കാര്യം അറിയണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പറയുന്നത് കണ്ടപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ആദിലയും നൂറയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞതും നിങ്ങളത് അവിടെ പോയി പറഞ്ഞോളൂ എന്ന് അവതരിപ്പിച്ചതും. അതായത് ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു എന്ന് കൂടി അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് അയാളുടെ കൂടെ നിൽക്കുന്നത് 2 ടീമാണ്. ഒന്ന് അനീഷ് മാത്രമുള്ളൊരു ടീം, മറ്റൊന്ന് ആദിലയും നൂറയും അടങ്ങുന്ന ടീം. സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും അവരിപ്പോഴത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ 2 ടീമുകളെയും 2 കാര്യങ്ങൾ, എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തനിക്കൊപ്പം നിർത്താനുള്ളൊരു ശ്രമമാണ് ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിൽ അയാൾ പൂർണ്ണമായും വിജയിക്കുന്നുണ്ട്. നെവിൻ ഇതിനെ ഡീൽ ചെയ്ത ഒരു രീതി അത് പ്രശംസനീയമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആദില ഒന്ന് സോറി പറയുന്നുണ്ട്. മിക്കവാറും അത് ഈ വിഷയം കയ്യിൽ നിന്ന് പോയി എന്ന് പറയുന്ന ഒരു തിരിച്ചറിവും കൂടി അതിലൊരു വിഷയമായിരിക്കും. കാരണം അനുമോളുടെ പുതപ്പിൻ്റെ വിഷയം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ആദിലയും നൂറയുമാണ് അനുമോൾക്കൊപ്പം നിന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിൽ കൂടുതൽ ഇവർ രണ്ടുപേരും ആ സമയത്ത് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും അതിൻ്റെ ഒപ്പം നിന്ന് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തിൽ ചെന്ന് അകപ്പെടാൻ പോവുകയാണ് ആദില വീണ്ടും. ആ തിരിച്ചറിവുണ്ടല്ലോ, അതായത് ഇതിനു മുമ്പ് നിങ്ങളിത് ചെയ്തു, ഇപ്പോഴും നിങ്ങളിത് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ വയ്യേ എന്ന് പറയുന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതയെ മുന്നിൽ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ സോറി പറഞ്ഞിട്ടുണ്ടാവുക. മാത്രമല്ല നെവിനോട് സംസാരിച്ചപ്പോൾ ആദില മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്. നീ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തല്ലേ ഇവിടെ വന്നത് എന്ന് പറഞ്ഞ് വളരെ ജഡ്ജ്മെൻ്റലായി നെവിനോട് സംസാരിച്ചിട്ടുള്ള ആദില ഷാനവാസ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് നെവിൻ്റെ ഭാഗം കേൾക്കാതെ നെവിനെ കുറ്റം പറഞ്ഞിട്ടുള്ള ആദില എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയുന്നത് ഇവനൊരു കമ്മ്യൂണിറ്റിയെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വന്നതല്ല, സ്ത്രൈണഭാവങ്ങളുള്ള പുരുഷൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനെയാണ് ഇവനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായതിന് ശേഷം അവർ മാപ്പ് പറയുന്നുണ്ട്. തെറ്റ് ചെയ്താൽ സോറി പറയാൻ ആദിലേക്ക് ഒരു മടിയുമില്ല, ഞാൻ മാപ്പ് പറയും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചില ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മാപ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടുമ്പോൾ ഒക്കെ സ്വന്തം പേരിങ്ങനെ ആവർത്തിച്ച് പറയും. അത് അവരിലേക്ക് ഭയങ്കര സെൻറ്റേഡ് ആവുന്നത് പോലെ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിവേ, ഈ മാപ്പ് പറച്ചിൽ കേൾക്കുന്ന സമയത്ത് നെവിൻ ആ മാപ്പ് പറച്ചിൽ കൊണ്ട് അടങ്ങുന്നില്ല. സാധാരണ ഇങ്ങനൊരു മാപ്പ് പറയുമ്പോൾ എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കണ്ണീർ വാർത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് ആ വഴി പോവാം. പക്ഷേ നെവിൻ അത് വിട്ടിട്ടില്ല. വിടാൻ പാടില്ലാന്നേ. അത്രയും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്രയും മോശം ഇമേജ് അയാളെക്കുറിച്ചും കുടുംബാംഗങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാധ്യതകളെ പോലും ലിമിറ്റ് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എന്തിനു ക്ഷമിക്കണം? അയാൾ പറയുന്നത് മാപ്പ് പറഞ്ഞത് നല്ല കാര്യം, പക്ഷേ ഈ വിഷയത്തിനെ ഇങ്ങനെ വഷളാക്കി നാട്ടുകാരുടെ മുന്നിലേക്ക് എടുത്തിടുന്നത് ആദിലയും ഷാനവാസുമാണ്. സോ അവർ തന്നെ ലാലേട്ടം വരുന്ന ദിവസം ആ എപ്പിസോഡിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ നെവിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇവരിപ്പോൾ സോറി പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്തായാലും എയർ ചെയ്യപ്പെടും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. പക്ഷേ ഇവർ ഈ മാപ്പ് പറയുന്ന നെവിൻ അത് സോൾവ് ചെയ്യുന്ന എപ്പിസോഡ് എയർ ചെയ്തിട്ടില്ലെങ്കിലോ അത് ബന്ധുക്കൾ കണ്ടിട്ടില്ലെങ്കിലോ അപ്പോൾ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും കാണുമെന്ന് ഉറപ്പുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ ഈ വിഷയത്തിന് അയാൾക്കൊരു അപ്പോളജി വേണം. അത് അയാൾ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഷാനവാസിനെ സംബന്ധിച്ച് ആദില അവരുടെ പരിക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോളജി അവിടെ കൊടുത്തിട്ടുണ്ട്, സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഴുമ്പോൾ നല്ല പരിക്ക് പറ്റും, പക്ഷേ ആ പരിക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാപ്പിൻ്റെ കവചം ആദില അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഷാനവാസിന് അതും കിട്ടിയിട്ടില്ല. ഷാനവാസ് ഇപ്പോൾ പോയി മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ പോയി പണി നോക്കാൻ പറയും. മാത്രമല്ല ആ ബലം പിടിച്ച് നിൽക്കുന്ന രുദ്രൻ ഇമേജിന് നമ്മുടെ സാബുമാനൊക്കെ പറഞ്ഞതുപോലെ ഇത് സീരിയലല്ല എന്ന് പറയുമ്പോൾ റിയൽ ലൈഫിലും ഞാനിങ്ങനെ എന്ന് പറയുന്ന തഗ് പറഞ്ഞ സമയത്ത് സാബുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചില പരിക്കുകളും നേരിടേണ്ടി വരുമെന്നുള്ളത്. അത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു ഷോ ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് അങ്ങ് താഴാൻ പറ്റൂല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈഗോയിലാണ് ഷാനവാസ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ മാർഗം? ആദിലയും നൂറയും ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുക്കുക, പ്രേക്ഷകരെ കൂടി മാനിപ്പുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ബിഗ് ബോസ് ഹൗസിലെ അദ്ദേഹത്തിൻ്റെ സീരിയൽ സ്ക്രിപ്റ്റ് അദ്ദേഹം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നെങ്കിൽ ആദില അല്ലെങ്കിൽ നൂറ, ആരെങ്കിലും ഒരാളെ പോക്കറ്റിലാക്കിയാൽ മറ്റേ ആൾ തന്നെ വന്ന് പോക്കറ്റിൽ കയറിക്കോളും. ഷാനവാസ് പാത്രം കഴുകുന്ന സമയത്ത് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന സമയത്ത് നൂറയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ? ആ ഒരു ചോദ്യത്തിലൊക്കെ ആക്ച്വലി അവർ വീഴും. കാര്യം അവർക്ക് അങ്ങനെ ഒരു ചേട്ടൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഒരു ലെവലിൽ അവരതിനെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൽ പയ്യെ നൂറെ
സംസാരിച്ച് വശത്താക്കിയതിന് ശേഷം പിന്നീട് ആദിലയും കൂടി വന്നിട്ട് അവർ പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. പുറത്തിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാൾ അനുമോളാണ്. അനുമോൾ പ്രത്യേകിച്ച് ഇതിനകത്തേക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സസൂക്ഷ്മം തൊട്ടടുത്തിരുന്നത് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ച് അനുമോൾ എണീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളിക്കാരിക്ക് ഈ കോൺവെർസേഷനിൽ താല്പര്യമില്ല, ഉറങ്ങാൻ വേണ്ടി പോകുന്നതായിരിക്കും. അല്ല കൂട്ടുകാരെ, അനുമോൾ ഒരു പുതപ്പുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ പുതച്ചു മൂടി ഇരുന്നിട്ട് വീണ്ടും ആ കോൺവെർസേഷൻ ശ്രവിക്കുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തത് പുതപ്പിനടിയിൽ കിടന്ന് കേട്ടാലേ എനിക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം അനുമോൾക്ക് ഉണ്ടാവുമെന്നാണ്. എന്തായാലും പുതപ്പ് എടുത്ത് കുറച്ച് നേരം കൂടി ഇരുന്നെങ്കിലും ഇവരിങ്ങനെ സംസാരിച്ച് പോകുന്നതിനിടയിൽ അനുമോൾ പുതച്ച് മൂടി ഉറങ്ങിപ്പോവാണ്. അങ്ങനെ ആദിലയ്ക്കും നൂറയ്ക്കും ഇക്കാക്ക നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്വയം വരുത്തി വെച്ച വിനയാണ് മക്കളെ എന്ന് പറയുന്ന ഇമേജൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരത് വിശ്വസിച്ചു എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ഷാനവാസിൻ്റെ ഒരു ക്ലാസിക് ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും വഴിയുണ്ടോ മക്കളെ എന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അതും അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഡീൽ ചെയ്യാമെന്ന്. ആ സമയത്ത് നൂറ പറയുന്നത് അതിനിപ്പോൾ എന്താ അവൾക്കൊരു തെറ്റുപറ്റിയെന്ന് അങ്ങ് പറയും. നൂറയെ സംബന്ധിച്ച് നൂറയും ആദിലയും അവിടെ സേഫ് ആണെന്നുള്ളതാണല്ലോ. ഈ കോൺവെർസേഷനിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്ബറിനെയും അഭിലാഷിനെയും പ്രശ്നക്കാരായി ആദിലയ്ക്കും നൂറയ്ക്കും മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്. അക്ബർ അവസരങ്ങളെ മുതലെടുക്കുന്ന ആളാണ്, അഭിലാഷ് അതുപോലത്തെ ഒരാളാണ്. അപ്പം ഇവരിലേക്ക് ആദിലയും നൂറയും യാതൊരു തരത്തിലും അടുക്കരുതെന്ന് പറയുന്ന അക്ബറിനെ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് മുമ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ബറിനെയും അഭിലാഷിനെയും മോശക്കാരായി കാണിക്കുന്നതിൻ്റെ കൂടെ റിയാസും നെവിനും കൂടി പ്ലാൻ ചെയ്താണ് ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി ഇൻജെക്ട് ചെയ്യാൻ ഷാനവാസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ തരത്തിൽ ആരെയൊക്കെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഏറ്റവും മോശം ഭാഷയിലാണ് നെവിനെക്കുറിച്ച് നല്ല ഒരു മനുഷ്യനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഏറ്റവും മോശം വാക്കുകളാണ് ഷാനവാസ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. നിന്നെപ്പോലെയുള്ള ആളുകളൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെയൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന്, ഇതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി ഇയാൾ എന്തിനാണ് ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നിപ്പിക്കുന്നത് പോലെ അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം. ഒരു വ്യക്തിയെ, അയാളുടെ കുടുംബത്തിനെ ഒക്കെ നാട്ടുകാർക്ക് വലിച്ചു കയറാൻ ട്രോളും മീമും ഉണ്ടാക്കുന്നവർക്ക് പുച്ഛിച്ച് തള്ളാൻ വേണ്ടി ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കേമത്വമൊന്നുമല്ല. തീർച്ചയായും വിമർശിക്കപ്പെടേണ്ട കാര്യമാണ്. അതിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നൊക്കെയുള്ള കാര്യം പുള്ളിക്ക് അറിയാം. ലാലേട്ടൻ്റെ ഒരു കാർഡ് കിട്ടാനുള്ള വകുപ്പുണ്ട് എന്നും പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അഭിലാഷിനും മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഷാനവാസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനവാസ് പലരോടും പല കാര്യങ്ങൾ പല സമയത്താണ് പറയുന്നത്. ഈ നെവിൻ പോയി മടങ്ങി വന്നതിന് ശേഷം ഇയാളോട് വളരെ മോശമായി വീണ്ടും പെരുമാറി എന്നുള്ളത് സാബുമാനോട് പറയുന്നുണ്ട്. അഭിലാഷിന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അഭിലാഷ് ഈ സമയങ്ങളിൽ മുഴുവൻ നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നത്. നെവിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വിഷയം കൂടി എല്ലാവരുടെയും മുന്നിലേക്ക് വരേണ്ടതാണ്. കാരണം അഭിലാഷ് ഇപ്പോൾ കളിക്കുന്നത് ഗെയിമാണോ എന്ന് നമ്മൾ അറിയണമല്ലോ. ഒരു പക്ഷേ അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷിൻ്റെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നറിയാനും ആഗ്രഹമുണ്ട്. എന്തായാലും ആകെ മൊത്തത്തിൽ നെവിൻ ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. പിന്മാറാതിരിക്കുക എന്ന് പറയുന്നത് ഈ വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ലാലേട്ടൻ അത് ചർച്ചയ്ക്ക് കൊണ്ടുവരണം. ഇനി അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും നെവിൻ ഇപ്പോൾ നിൽക്കുന്ന ആറ്റിറ്റ്യൂഡിൽ ഇതിനു മുമ്പുള്ള അയാളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഉറപ്പായും അങ്ങോട്ട് ഈ വിഷയം നെവിൻ എടുത്തിടുക തന്നെ ചെയ്യും. അങ്ങനെ എടുത്തിടുകയും ഇതിൽ ഷാനവാസും ആദിലയും ചോദ്യം ചെയ്യപ്പെടുകയും വേണം. ഇപ്പോൾ ആദില പെട്ടെന്നുണ്ടായ ഒരു റിയലൈസേഷൻ്റെ പുറത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നെവിൻ്റെ ഇമേജിനെ ഇത്രയും മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ ആദിലയ്ക്ക് ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. അപ്പോൾ അവരിരുവരും തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടണം. ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇതിലെന്താണ് ഒരു ക്ലാരിറ്റി എന്നുള്ളത് അറിയാനുള്ള അവകാശം പ്രേക്ഷകർ എന്നുള്ള നിലയ്ക്ക് നമുക്കുമുണ്ട്. മാത്രമല്ല ടീംമേറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നെവിനൊപ്പമാണ് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബിന്നി ഈ വിഷയത്തെ അവതരിപ്പിച്ച രീതി അഭിനന്ദനാർഹമാണ്. ഒനീൽ ഈ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്ത രീതി വളരെ മികച്ചതായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റൻ ജിഷിൻ വളരെ മോശം ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് തന്നെ പറയണം. അവസാന ദിവസത്തേക്കൊക്കെ വരുമ്പോൾ ക്യാപ്റ്റൻ എന്നല്ല, ബിഗ് ബോസ് ഹൗസിൽ വരുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടാവേണ്ടത് അത്രയും പോലും സംസാരിക്കുമ്പോൾ മാന്യതയില്ലാതെ അയാൾ പെരുമാറുന്നു എന്ന് തോന്നി. കാരണം അയാളോട് ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യമൊക്കെ അയാൾ മോശം വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീയൊക്കെ ഉണ്ടാക്കും, ഞങ്ങളൊക്കെ വന്ന് നക്കിക്കോണം എന്നൊക്കെ പറയുന്ന അയ്യേ എന്ത് ചീപ്പാണത്. എന്തായാലും ഒനിൽ ക്യാപ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു മാറ്റമുണ്ട്. ലക്ഷ്മി കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു പ്ലെയറാണ്. അവരത് എങ്ങനെ ഡീൽ ചെയ്യും, എന്തൊക്കെയാണ് അവരുടെ പ്ലാൻസ് എന്നുള്ളതും കൂടി അനുസരിച്ചിരിക്കും. ഷാനവാസ് ഈ വിഷയം എടുത്തിടുന്ന മൊമെൻറ്റിൽ തന്നെ പൊളിഞ്ഞു തീരും. അനുമോൾ ആക്ച്വലി മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയാണ്. അനുമോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്തെങ്കിലും ഒരു അടവ് എടുത്ത് തല പൊക്കി വന്നാൽ ആ തലക്കടിക്കാനുള്ള വടി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പോൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. അനുമോൾ പല കാര്യങ്ങൾ നെവിനുമായിട്ടുള്ള വിഷയത്തിൽ ആദിലെ കുറ്റം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴേ ആദില പറയുന്നുണ്ട് അനുമോൾക്ക് പല സമയത്തും പല സ്റ്റാൻഡാണെന്നുള്ളത് കൃത്യമായി എടുത്തു പറഞ്ഞ് തന്നെ അതിനെ വിമർശിക്കുന്നുണ്ട്. എന്തായാലും ആകെ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസും ഇവിടുത്തെ പ്ലെയേഴ്സും. അവരുടെ സ്ട്രാറ്റജികളൊക്കെ കലക്കി എടുത്തു വെച്ചിട്ടുള്ളത് റിയാസ് സലീമാണ് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ആൻഡ് ലാലേട്ടൻ
ഇനിയും ഇതേ പാറ്റേണിലുള്ള ആരോപണങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യും എന്നറിയാനുള്ള ആകാംക്ഷ കൂടിയുണ്ട്. ഒന്നെങ്കിൽ ആണും പെണ്ണും കൂടി എന്തെങ്കിലും ചെയ്തു, അല്ലെങ്കിൽ ആണും അല്ലെങ്കിൽ പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് പ്രശ്നം, ആണുങ്ങൾ ഇങ്ങനെയായ പ്രശ്നം, പെണ്ണുങ്ങൾ ഇങ്ങനെയായ പ്രശ്നം എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മോശം രീതിയിൽ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ ആഴ്ചയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെ ഇനിയും ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ലാലേട്ടൻ അതിന് എന്ത് സൊല്യൂഷനാണ് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കൂടി തീർച്ചയായും വളരെ ആകാംക്ഷയോടെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ബാക്കി ലാലേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.